ഉണ്ണി, ആ വിജേഷ് നല്ല ഓർക്കാന്നേ. നീ ഇവരുടെ തലക്കൊരു ചുട്ട് കൊടുത്തട്ടെ. എന്തോർക്കാന്ന് ചങ്ങായി ഉറങ്ങുന്നു? ഉറങ്ങാനാ? ആരുറങ്ങിന്ന്? താടിക്ക് കയ്യും കൊടുത്തിട്ട് കണ്ണും പൂട്ടി ഇരിക്കുന്നുണ്ടാ. നമ്മളെ നാട്ടിൽ ഉറക്കുമെന്ന് പറയല്. ഇവിടെ ഉണ്ണി, ഞാൻ ഉറങ്ങിയതൊന്നുമല്ല, തലവേദന എടുത്തിട്ട് കുറച്ചും കണ്ണും പൂട്ടി ഇരുന്നത്. വെറുതെ പറയല്ലേ വിജേഷേട്ടാ, നിങ്ങൾ ഉറങ്ങു തന്നെയല്ലേ ഇതേ. ഇവിടെ ഗ്ലാസ് മാറിയിട്ട് ഞാൻ എൻ്റെ ചങ്ങായിൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് വന്നത്. അപ്പോൾ പവർ മാറിയോണ്ട് രാവിലെ മുതൽ തലവേദനയാണ്. എന്നിട്ടേ ഇരിക്കുന്നത് കണ്ണും പൂട്ടിയിട്ട്. എല്ലടാ ചുണ്ണി, ഞാൻ എൻ്റെ തലക്കെട്ടാൻ വേണ്ടിയിട്ട്. സോറി വിജേഷേട്ടാ, അത് പിന്നെ ഞാനല്ല ചൊട്ടിയത്. നീ അല്ലാണ്ട് പിന്നെ ആരുടെ എൻ്റെ തലക്ക് ചുട്ടിയേ? വിജേഷേട്ടാ ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. തലക്ക് ചുട്ടിയതും മുന്നേ എൻ്റെ കളവ് പറയുന്നടാ. വിജേഷേട്ടാ സത്യമായിട്ട് ഞാനല്ല, സോറി വിജേഷ്. വിജേഷ്, ഉണ്ണി എന്നാ പ്രശ്നം? ബൈജോട്ട് ഇവനെ തലക്ക് വെച്ച് ചുട്ടി വെച്ചോട്ടാ. എടാ ഉണ്ണി, നീ എന്തിനാ അവൻ്റെ തലക്ക് തട്ടിയത്? വിജേട്ടാ നിങ്ങളല്ലേ പറഞ്ഞിട്ട് എന്നിട്ടല്ലേ? ഉണ്ണി, നീ എന്നാടാ അത്തുമ്പത്ത എന്തല്ലോ പറയുന്നത്? വിജേഷ, നിങ്ങൾ തമ്മിൽ വേറെ എന്താ പ്രശ്നമുണ്ടാ? വെറുതെ ഒരു ജ്വല്ലറി നടാ, നിങ്ങളെല്ലാം അടിപിടി കൂടണ്ട. ഉണ്ണി നീ പോയട്ടാ, നീ ബാക്ക് പോയട്ടാ, എടുക്കണ്ട, ഞാൻ ഇവിടെ സംസാരിച്ചോളൂ. പോ പോ. വിജേഷേ, എന്നാടാ നിങ്ങൾ തമ്മില്? ഇവിടെ ഞാൻ തലവേദനയായിട്ട് ഇവിടെ ഇരുന്നാണ്. ആ സമയത്ത് അവൻ തലേനെ ബാക്കിൽ നിന്ന് അടിച്ചു. അതാണ് സംഭവം. അടിക്കാനാ? അങ്ങനെ വെറുതെ അടിക്കോ വിജേഷേ? എടാ ചിലപ്പോൾ തലേൻ്റെ വെക്കൽ വല്ല ഈച്ചാനും പറ്റിയിട്ടുണ്ടോ, എന്നിട്ട് അടിച്ചായിരിക്കും. ഞാൻ അവിടെ ചോദിച്ചോണ്ട്. അതൊന്നല്ല ചോദിച്ചോട്ടോ, ഞാൻ ഉറങ്ങുന്നു എന്നിട്ട് അവൻ്റെ തലക്ക് വന്നടിച്ചത്. ഉറങ്ങുന്നെന്ന് പറഞ്ഞിട്ട് അവൻ വെറുതെ അങ്ങനെ അടിക്കുക? നീ കുറച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ടോ ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ട് അല്ലേ? വൈച്ചോട്ടാ, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ പോനെ പോലെ തന്നെ ആവറേ. വിജേഷേ, നീ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, അതെനിക്കറിയാം. ചെക്കനെന്തൊക്കെ അബദ്ധം പറ്റിയായിരിക്കും. ഞാൻ അവിടെ ചോദിച്ചോട്ടെ. നീ നിന്റെ പണി എടുത്തട്ടെ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഉണ്ണി വിജേട്ടാ ഇങ്ങനെയൊന്നും ചെയ്യറേനു. നിങ്ങൾ പറഞ്ഞില്ല ഞാൻ ഓരോ തലക്കടിച്ച് ഓറെൻ്റെ കോളർ പിടിച്ച് കൊടയുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ മിണ്ടീനോ വിജേട്ടാ? എടാ ഉണ്ണി, ഞാൻ വന്നോണ്ടല്ലേ ഓ കോളർ വിട്ടേ, ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ? ഓൻ ഉറങ്ങുന്നത് ഞാനും വിചാരിച്ചു വേടാ ഉണ്ണി, അതുകൊണ്ടല്ലേ. വിജേട്ടാ ഞാൻ അത്തുംപിത്താന്ന് പറഞ്ഞിട്ടില്ലേ, അത് തീരെ ശരിയായിട്ടില്ല കേട്ടാ. അത്തുംപിത്ത്? എടാ നിന്നെ നമുക്കെല്ലാം അറിയില്ലേ, നീ സ്മാർട്ട്, ബുദ്ധിമാൻ, നിനക്കാവുന്നൊരു പ്രശ്നമില്ലപ്പാ. പക്ഷെ നീ ആ സമയത്ത് എൻ്റെ പേര് പറഞ്ഞാല് ഓനെ നിന്നെ പറ്റി വിചാരിക്കുക, അനക്കോൻ്റെ മൂട്ട് നോക്കാൻ കഴിയാ? വിജേട്ടാ ഞാൻ രാവിലെ വരുമ്പോൾ ഓരോ വണ്ടിയിലേ വരും, തിരിച്ചു പോകുമ്പോൾ ഓരോ വണ്ടി തന്നെ പോകണ്ടേ. ഇനി എങ്ങനെ ഞാൻ ഓരോ മുഖത്ത് നോക്കുക? ഒന്ന് പറഞ്ഞു തരുമോ? എടാ ഉണ്ണി, ഞാൻ ഓനോടെല്ലാം സംസാരിച്ച് ഓനോക്കെയാന്ന്, ഓനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ തിരിച്ചു പോകുമ്പല്ലേ ബൈക്കിന്റെ ബാക്കിലല്ലേ നീ ഇരിക്കുന്നത്, നീ ഹെൽമെറ്റ് വെക്കുന്നു, ഓനെ ഹെൽമെറ്റ് വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൊന്നുമില്ലല്ലോ. അത് ഇന്ന് പോകുമ്പോ ഒന്നൊക്കെ ഉണ്ടാവും, നാളെ പിന്നെ രാവിലത്തേക്ക് ഓനം മറക്കൂ, നീ പിന്നെ അതങ്ങ് മറന്നേക്കപ്പാ. എനക്കൊരു അബദ്ധം പറ്റിയല്ലേ, നീ എനക്ക് വേണ്ടി നീ അതങ്ങ് വിട്ടയാളാ ഉണ്ണി. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഓൻ്റെ ഒപ്പം പോണ്ട, ഞാൻ എൻ്റെ ബെൻസ് കാർ പുറത്തുണ്ടല്ലോ, നിന്റെ ഞാൻ ഇന്ന് കൊണ്ടാക്കാം. പിന്നെ നമ്മൾ ആ ഹോട്ടലിലെ റാന്തൽ ആണ് തന്നെ വിളിച്ചുകൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നമുക്കിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോവാ. ബിരിയാണി, എനിക്ക് ബിരിയാണി അല്ലേ ഇഷ്ടം, ബിരിയാണി തിന്നിട്ട് പോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ബിരിയാണി. ബിരിയാണി ഓക്കെ. പിന്നെ നീ ഇന്ന് ഓൻ്റെ അടുത്ത് നിൽക്കണ്ട, ഓൻ്റെ മുഖത്ത് നോക്കണ്ട, ഇന്ന് നോക്കണ്ട. ഇന്ന് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. നാളെ രാവിലെ നീ ബസ്സിന് വന്നത്, ഓൻ്റെ ഒപ്പം വരണ്ട. പിന്നെ വൈകുന്നേരമല്ലേ, അപ്പോഴത്തേക്ക് എല്ലാം ശരിയാവും കേട്ടാ? ഓക്കെ. വിജേഷേ, ഓനൊരു അബദ്ധം പറ്റിയതാടാ. ഞാൻ അവിടെ സംസാരിച്ച് ഓന് നല്ല കുറ്റബോധം കേട്ടാ. പിന്നെ ഓൻ പറയാ, പിന്നെ ഓരോട് ക്ഷമിക്കാൻ വേണ്ടി പറയണമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. പിന്നെ എനിക്കൊരു ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞേ. വൈച്ചോട്ടാ, ഓൻ്റെ ക്ഷമയൊന്നും എനിക്ക് വേണ്ട. വിജേഷേ, ഒരു തെറ്റല്ല ആർക്കും പറ്റൂലേ. ക്ഷമിക്കുക എന്നുള്ളത് നമ്മളെ വലിയ മനസ്സ്. നീ ഒരു കാര്യം ചെയ്യും, ബിരിയാണി ഏതായാലും അവൻ വാങ്ങി തരുന്നുണ്ടല്ലോ, ഞാനും വരുന്നുണ്ട്. എനക്കൊരു ബിരിയാണി എന്നത് കുറേ ആയി ആഗ്രഹം. നമുക്ക് ഒരു ബിരിയാണി എന്നാ. എൻ്റെ അത്ര വലിയ മനസ്സൊന്നുമില്ല വൈച്ചോട്ടാ, ഒരാൾ തോന്നിയ അവസ്ഥയാണ്. പക്ഷെ ഒരു ബിരിയാണി വാങ്ങിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നീ ഒരു കാര്യം ചെയ്യണോ, ഇനി അതിനെപ്പറ്റി നിങ്ങൾ രണ്ടുള്ള ഒരു വർത്താനമില്ലേ. ഞാൻ ഓനോട് പറഞ്ഞു ഇനി ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. നീ അങ്ങോട്ടും ഓനോട് ഇനി ഒരു അക്ഷരം ഇതിനെ പറ്റി മിണ്ടാൻ പാടില്ല. ഓക്കെ? ബൈജോട്ടൻ പറഞ്ഞ എനക്കല്ല ഓക്കെ വൈച്ചോട്ടാ. ഓക്കെ ഓക്കെ വിജയ്,
വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ. Él no te va a tocar como yo, no te va a besar baby como yo, no te va a pelear nena como yo, hasta la hora que tú pidas. Él no te va a tocar como yo, no te va a besar baby como yo, no te va a pelear nena como yo, hasta la hora que tú pidas. Baby yo sé dónde tú like it, dónde te gusta. ഓക്കെ ബിരിയാണി Baby yo sé ബിരിയാണി dónde tú like ഓക്കെ. it, dónde te gusta y dónde te animas. Baby yo sé dónde tú like it, dónde te gusta y dónde te animas. ഓക്കെ ബിരിയാണി ബിരിയാണി ഓക്കെ.